വിദ്യാഭ്യാസം സഭയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയാണ്. വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം പുസ്തക വായനയും പഠനവും പരീക്ഷകളും മാത്രമല്ല, വ്യക്തികളുടെ ജീവിതവും സ്വഭാവങ്ങളെയും രൂപാന്തരപ്പെടുത്തുകയും നന്മയിലേക്കും ജീവിത വിജയത്തിലേക്കും അവരെ നയിക്കുക എന്നതുമാണ്. ലോകചരിത്രത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ ക്രിസ്തീയ സഭ നൽകിയ സംഭാവനകൾ ഒരിക്കലും വിസ്മരിക്കപ്പെടാൻ പാടില്ലാത്തതാണ്. സഭാചരിത്രത്തിൻ്റെ ആരംഭകാലം മുതൽ തന്നെ അത് പുതിയ തലമുറയെ ദൈവവചനവും മറ്റ് ജീവിത പാഠങ്ങളും അഭ്യസിപ്പിക്കേണ്ട ആവശ്യത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും ആരാധനാലയങ്ങളോട് അനുബന്ധിച്ച് വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്തു. സിനഗോഗുകൾ പ്രധാനമായും യഹൂദന്മാരുടെ പഠന കേന്ദ്രങ്ങളായിരുന്നു. BC 586 യെരുശലേം ദേവാലയം നശിപ്പിക്കപ്പെട്ടതിന് ശേഷം യഹൂദന്മാർ ഒത്തുകൂടിയിരുന്ന സ്ഥലങ്ങളാണ് സിനഗോഗുകളായി പരിണമിക്കപ്പെട്ടത്. ഇത് പിന്നീട് ആരാധനയ്ക്കും പഠനത്തിനുമുള്ള കേന്ദ്രങ്ങളായി മാറി. യേശുവും ഇത്തരം സിനഗോഗുകളായിരുന്നിരിക്കണം വിദ്യ അഭ്യസിച്ചിരുന്നത്. തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭത്തിങ്കൽ യേശു നസറത്തിലെ സിനഗോഗിൽ കടന്നു ചെന്ന് ദൈവവചനം സഭാമുമ്പാകെ വായിക്കുകയും ദൈവവചനം പ്രഘോഷിക്കുകയും ചെയ്തു. ഇപ്രകാരം യഹൂദ മതത്തിലെ സിനഗോഗ് വിദ്യാഭ്യാസമാണ് ക്രിസ്തീയ സമൂഹം വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുവാൻ കാരണമായി തീർന്നത്. ഇന്നത്തെ ചിന്തയ്ക്കായി നൽകപ്പെട്ടിരിക്കുന്ന ചിന്താവിഷയം വിദ്യാഭ്യാസം സഭയുടെ ഒരു ശുശ്രൂഷ എന്നുള്ളതാണ്. നൽകപ്പെട്ടിട്ടുള്ള പാഠഭാഗങ്ങളെ ആസ്പദമാക്കി ഈ വിഷയം ചിന്തിക്കാം. ഒന്നാമത്തെ ചിന്ത, ദൈവവചനം പഠിപ്പിക്കുക. ദൈവവചനം പഠിപ്പിക്കുക. നെഹമ്യാവ് 8-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ ഇസ്രാ പുരോഹിതൻ ഇസ്രായേൽ ജനത്തെ ദൈവവചനം വായിച്ചു കേൾപ്പിക്കുകയും അത് കേട്ട ദൈവജനം അനുദപിക്കുകയും ചെയ്യുന്നതായി നാം വായിക്കുന്നു. BC 586 അന്നത്തെ ബാബേൽ രാജാവായിരുന്ന നെബൂഖദ്നേസറിൻ്റെ നേതൃത്വത്തിൽ യെരുശലേം ആക്രമിക്കപ്പെടുകയും യെരുശലേം ദേവാലയവും യെരുശലേമിൻ്റെ ചുറ്റുമതിലുകളും ഇടിച്ചു കളയുകയും ചെയ്തു. അനേക ഇസ്രായേലരെ തടവുകാരായി ബാബിലോണിലേക്ക് കൊണ്ടുപോയി. നെബൂഖദ്നേസറിൻ്റെ കാലശേഷം ബാബിലോണിൻ്റെ ശക്തി ക്ഷയിക്കുകയും പേർഷ്യരും മേദ്യരും ചേർന്ന് ബാബിലോൺ പിടിച്ചടക്കുകയും ചെയ്യുന്നു. തുടർന്ന് നെഹമ്യാവിൻ്റെ നേതൃത്വത്തിൽ BC 536 യെരുശലേം ദേവാലയത്തിൻ്റെ പുനർനിർമ്മാണത്തിനായി തറക്കല്ല് ഇടുകയും BC 516 അത് പൂർത്തീകരിക്കുകയും ചെയ്തു. വളരെ വർഷങ്ങൾക്ക് ശേഷം BC 458 അന്നത്തെ പുരോഹിതനും ശാസ്ത്രിയുമായിരുന്ന എസ്രാ ബാബിലോണിൽ നിന്നും യെരുശലേമിലേക്ക് എത്തിച്ചേരുകയും യെരുശലേം ദേവാലയത്തിൻ്റെ ആരാധനകൾ പുനരാരംഭിക്കുകയും ചെയ്തു. അതിനുശേഷം BC 445 അഹശ്വേരോശ് രാജാവിൻ്റെ പാനപാത്രമകനായിരുന്ന നെഹമ്യാവിന് തകർന്നു കിടന്നിരുന്ന യെരുശലേം നഗരത്തിൻ്റെ മതിലുകളെക്കുറിച്ച് ഭാരം തോന്നുകയും രാജാവിൻ്റെ അനുവാദത്തോടെ 52 ദിവസങ്ങൾ കൊണ്ട് അത് പുനർനിർമ്മിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് നെഹമ്യാവ് എസ്രാ പുരോഹിതനോട് മോശയുടെ ന്യായപ്രമാണം കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയും അങ്ങനെ അത് ജനത്തിനു മുമ്പിൽ അത് വായിച്ച് കേൾപ്പിക്കുകയും ചെയ്യുന്നത്. കാരണം ജനത്തിന് വചന കേൾവികളോ അറിവുകളോ അന്ന് ഉണ്ടായിരുന്നില്ല. ദൈവവചനം ശ്രവിച്ച ജനം ദൈവസന്നിധിയിൽ അനുദപിക്കുകയും തങ്ങളുടെ തെറ്റുകളെ വിട്ട് ദൈവകൽപ്പന പ്രമാണിക്കുവാൻ ആരംഭിക്കുകയും ചെയ്തു. ഇവിടെ ദൈവവചന പഠനമാണ് ദൈവജനത്തെ മാനസാന്തരത്തിലേക്ക് നയിച്ചത്. അതുകൊണ്ട് തന്നെ ദൈവവചന പഠനത്തിന് ക്രിസ്തീയ സഭയിൽ വലിയ പ്രാധാന്യമുണ്ട്. രണ്ടാമത്തെ ചിന്ത, ദൈവവചന പ്രഘോഷണത്തിന് ആവശ്യമായ അറിവ് നേടുക. ദൈവവചന പ്രഘോഷണത്തിന് ആവശ്യമായ അറിവ് നേടുക. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 18-ാം അധ്യായം 24 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ അപ്പൊല്ലോസ് എന്ന പ്രഗത്ഭനായ വ്യക്തിയുടെ ദൈവവചന പ്രഘോഷണത്തെയും പഠിപ്പിക്കലുകളെക്കുറിച്ചും അതുമൂലം എഫെസോസിലും കൊരിന്തിലും അതുണ്ടാക്കിയ മാറ്റങ്ങളെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നു. അപ്പൊല്ലോസ് ഈജിപ്തിലെ അലക്സാണ്ട്രിയ എന്ന പ്രദേശക്കാരനായിരുന്നു. അലക്സാണ്ട്രിയ അക്കാലത്ത് വിദ്യാഭ്യാസത്തിൻ്റെയും അറിവിൻ്റെയും കാര്യത്തിൽ മികച്ചു നിന്ന പ്രദേശമായിരുന്നു. വളരെ പ്രസിദ്ധമായ ലൈബ്രറി അവിടെ ഉണ്ടായിരുന്നു. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് അപ്പൊല്ലോസ് വളരെ നല്ല വിദ്യാഭ്യാസവും അറിവുമുള്ള വ്യക്തിയായിരുന്നു എന്നാണ്. അലക്സാന്ദ്രിയയിൽ പാർത്തിരുന്ന യഹൂദ കുടുംബങ്ങളിലൊന്നായിരിക്കാം അപ്പൊല്ലോസ് ജനിച്ചത്. അതുകൊണ്ട് തന്നെ പഴയ നിയമ ഗ്രന്ഥങ്ങളിലും ഗ്രീക്ക് ഭാഷയിലുമൊക്കെ പ്രാവീണ്യമുള്ള വ്യക്തിയായിരുന്നു അപ്പൊല്ലോസ്. അപ്പൊല്ലോസ് എഫെസോസിൽ എത്തിച്ചേരുകയും അവിടെ ദൈവവചനം പ്രഘോഷിക്കുകയും ചെയ്തു.
എന്നാൽ അദ്ദേഹം യോഹന്നാൻ സ്നാപകന്റെ മാനസാന്തര സ്നാനത്തെക്കുറിച്ചാണ് പഠിപ്പിച്ചത്. യേശുവിലൂടെയുള്ള രക്ഷയെക്കുറിച്ചുള്ള അവൻ്റെ അറിവ് പരിമിതമായിരുന്നു. പൗലോസിൻ്റെ കൂട്ടുവേലക്കാരായിരുന്ന അക്കിലാവും പ്രിസ്കില്ലയും അപ്പൊല്ലോസിനെ കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിപ്പിക്കുകയും അവനത് ഉൾക്കൊള്ളുകയും ചെയ്തു. തുടർന്ന് അപ്പൊല്ലോസ് അഖായ പ്രവിശ്യയിലെ അതിൻ്റെ തലസ്ഥമായിരുന്ന കൊരിന്തിലെത്തിച്ചേരുകയും വളരെ ശക്തിയോടെ യേശുക്രിസ്തുവിനെ പ്രഘോഷിക്കുകയും ചെയ്തു. ഇപ്രകാരം ആഴമായ അറിവും അത് വ്യക്തമായി പഠിപ്പിക്കുവാനുള്ള കഴിവും തെറ്റുകളെ തിരുത്തുവാനുള്ള മനസ്സും അപ്പൊല്ലോസിനെ കൂടുതൽ ശക്തിയോടുകൂടെ ദൈവവചനം പ്രഘോഷിക്കുവാൻ ഇടയാക്കി. അപ്പോസ്തലനായ പൗലോസ് അപ്പൊല്ലോസിന്റെ ശുശ്രൂഷകളെ പിന്തുണയ്ക്കുകയും പ്രശംസിക്കുകയും ചെയ്യുന്നു. അപ്പോസ്തലനായ പൗലോസും പ്രസിദ്ധ യഹൂദ പണ്ഡിതനായ ഗമാലിയേലിന്റെ കീഴിൽ വിദ്യ അഭ്യസിച്ചിരുന്ന വ്യക്തിയായിരുന്നു. ഇത് സൂചിപ്പിക്കുന്നത് ദൈവവചന പ്രഘോഷണത്തിന് ചിട്ടയായ അറിവും പഠനവുമെല്ലാം വളരെ പ്രധാനമാണ് എന്നുള്ളതാണ്. മൂന്നാമത്തെ ചിന്ത, ദൈവരാജ്യ നിയമങ്ങൾ പഠിപ്പിക്കുക. ദൈവരാജ്യ നിയമങ്ങൾ പഠിപ്പിക്കുക. മത്തായി 5-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ അനുഗ്രഹ വചനങ്ങൾ അഥവാ ബിയോറ്റിറ്റ്യൂഡ്സ് എന്നാണ് അറിയപ്പെടുന്നത്. മത്തായി 5-ാം അധ്യായം 1 മുതൽ 7-ാം അധ്യായം 28 മുതൽ വരെയുള്ള വാക്യങ്ങൾ യേശുവിൻ്റെ ഗിരിപ്രഭാഷണങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. സ്വർഗരാജ്യത്തിൽ പ്രായോഗികമായിരിക്കുന്ന പ്രമാണങ്ങളെക്കുറിച്ചാണ് ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. ഇത് പലപ്പോഴും ലോകത്തിൻ്റെ ക്രമത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. ഗിരിപ്രഭാഷണങ്ങളിൽ കൂടുതലും യേശു തൻ്റെ ശിഷ്യന്മാരോടായിട്ടാണ് സംസാരിക്കുന്നത്. യേശു തൻ്റെ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ച് ദൈവരാജ്യത്തിൻ്റെ നിയമങ്ങൾ അവരെ പഠിപ്പിക്കുന്നു. ദൈവരാജ്യ അംഗങ്ങളായിരിക്കുന്ന ഓരോ വ്യക്തികളും ഈ നിയമങ്ങൾ അനുസരിക്കുവാൻ കടമ്പെട്ടവരാണ്. സഭ എന്നത് യേശുവിൻ്റെ വാക്കുകൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ്. ആത്മാവിലുള്ള ദരിദ്രത സ്വയം നീതീകരിക്കാതെ ദൈവസന്നിധിയിൽ സ്വയം താഴ്ത്തുന്നതിനെ സൂചിപ്പിക്കുന്നു. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നത് സ്വന്തം പാപാവസ്ഥകളെക്കുറിച്ചുള്ള ദുഃഖമാണ്. ഇത് വ്യക്തികളെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നു. ഇതിനെ ദൈവഹിതപ്രകാരമുള്ള ദുഃഖമെന്നും വിളിക്കാം. സൗമ്യതയെ ഒരു ബലഹീനതയായി കാണുന്നവരാണ് പലരും. എന്നാൽ അങ്ങനെയുള്ളവർ ആത്മീയമായി ശക്തരാണ് എന്ന് യേശു നമ്മെ ഓർപ്പിക്കുന്നു. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ നീതിയുടെ യാഥാർത്ഥ്യവൽക്കരണത്തിനായി തീവ്രമായി ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ്. ദൈവീയ കരുണയെക്കുറിച്ച് ബോധ്യമുള്ളവരാണ് മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നത്. ഹൃദയവിശുദ്ധി അകമയുള്ള ശുദ്ധീകരണവും നിർവ്യാജമായ മനോഭാവമാണ് സൂചിപ്പിക്കുന്നത്. ദൈവിക സമാധാനം ആഗ്രഹിക്കുകയും അതിനായി പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതും വളരെ പ്രധാനമാണ്. നന്മ ചെയ്തിട്ടും തിന്മയാണ് പ്രതിഫലം ലഭിക്കുന്നതെങ്കിലും അത്തരം വ്യക്തികൾ സ്വർഗരാജ്യത്തിന് അവകാശികളാണെന്ന് യേശു പറയുന്നു. ലോകത്തിൻ്റെതിൽ നിന്നും വിഭിന്നമായ ഇത്തരം ദൈവരാജ്യ നിയമങ്ങൾ ദൈവജനത്തെ പഠിപ്പിക്കേണ്ടത് സഭയുടെ ദൗത്യമാണ്. വിദ്യാഭ്യാസ ശുശ്രൂഷ ക്രിസ്തീയ സഭയുടെ പരമപ്രധാനമായ ദൗത്യമാണ്. വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം ജീവിത രൂപാന്തരമാണ്. ദൈവവചനത്തിനും ദൈവരാജ്യ നിയമങ്ങൾക്കും അനുസരണമായ ജീവിതം നയിക്കുവാൻ കടംപെട്ടവരാണ് ദൈവജനം. അതുകൊണ്ട് തന്നെ ദൈവവചനവും ദൈവരാജ്യ നിയമങ്ങളും അവരെ പഠിപ്പിക്കേണ്ടത് ആവശ്യമാണ്. അതോടൊപ്പം ജീവിതത്തിലെ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ തക്കവണ്ണം വ്യക്തികളെ പ്രാപ്തരാക്കുവാനും കഴിയണം. സഭയുടെ വിദ്യാഭ്യാസ ദൗത്യത്തിൻ്റെ യഥാർത്ഥമായ ലക്ഷ്യം തിരിച്ചറിയുവാനും അതിനനുസരണമായി പ്രവർത്തിക്കുവാനും ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.